നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡെ കുറിച്ചിട്ട്, കൃതജ്ഞതയെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിലുള്ള കൃതജ്ഞത എന്ന് പറയുന്നത് ചിന്തകൾക്കും വാക്കുകൾക്കും അപ്പുറമാണ്. കുറേ ദിവസം ഭക്ഷണം കഴിക്കാതെ വിശന്ന് വലഞ്ഞിരിക്കുമ്പോൾ ആരെങ്കിലും ഭക്ഷണം തരികയാണെങ്കിൽ നമുക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റില്ല. കണ്ണുകളിൽ വെള്ളം വരും. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അതാണ് കൃതജ്ഞത. വെള്ളത്തിൽ മുങ്ങി മരിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് കൃതജ്ഞത രേഖപ്പെടുത്തുക? അവിടെ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില പോകും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളെ ചിന്തകൾക്ക് അപ്പുറം നയിക്കുന്ന പല ഘട്ടങ്ങൾ. അപ്പൊ യഥാർത്ഥത്തിൽ ചിന്തകൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ അവിടെ ആരാണ്? അവിടെ ഈശ്വരനാണ്, ഭഗവാനാണ്, അൾട്ടിമേറ്റ് ആണ്. അപ്പൊ നമ്മളെ ആ ഈശ്വരനുമായിട്ട് ടച്ച് ചെയ്യുന്ന നിമിഷങ്ങളാണ് ഈ കൃതജ്ഞതയുടെ നിമിഷങ്ങൾ. അപ്പൊ ഈ കൃതജ്ഞത ശരിക്കും വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ കുറയുന്നു. അതുകൊണ്ടായിരിക്കും സ്പിരിച്വൽ ലിറ്ററേച്ചർ അത് എഴുതി കഴിയുമ്പോൾ അതിന് വാല്യൂ കുറവാണ്. അതിന്റെ സ്മൃതി എന്ന് പറയും. യഥാർത്ഥ ശ്രുതി എന്ന് പറഞ്ഞ കൃതജ്ഞതയിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം അനുഭവങ്ങൾക്ക് അപ്പുറമാണ്. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനുഭവത്തിന്റെ അപ്പുറമുള്ള ആ അണ്ടർലൈൻ സ്ട്രീം, സ്നേഹത്തിന്റെ സ്ട്രീമാണ് യഥാർത്ഥത്തിൽ കൃതജ്ഞത എന്ന് പറയുന്നത്. കൃതജ്ഞത എന്നാണ് എല്ലാ ഗുണങ്ങളും ഉണ്ടാവും. കൃതജ്ഞത ഇല്ലെങ്കിൽ നമുക്ക് ഒരു വർച്ച്യൂ ഉണ്ടാവില്ല. ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ഓൺലി സിൻ എന്ന് ബാബുജി മഹാരാജ് പറഞ്ഞത് അതുകൊണ്ടാണ്. ആദി പാപത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു. അത് ഇൻഗ്രാറ്റിറ്റ്യൂഡാണ്, കൃതജ്ഞത, നന്ദികേട് കൊണ്ടുണ്ടായത്. കാരണം നമ്മൾക്ക് എല്ലാം തന്ന നമ്മുടെ മേക്കറിനോട് കൃതജ്ഞത കാണിച്ചില്ല, ഇൻഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചു. അദ്ദേഹം പറഞ്ഞത് കേട്ടില്ല. നമ്മുടെ നന്മ നമ്മളെക്കാളും കൂടുതൽ അദ്ദേഹത്തിനാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഈ കൃതജ്ഞതയുടെ നിമിഷങ്ങൾ, കൃതജ്ഞത വരുന്ന നിമിഷങ്ങൾ നമുക്ക് ഹൃദയം വീർപ്പ് മുട്ടും, എന്താ പറയുക, പൊട്ടിത്തെറിക്കുന്ന പോലെ തോന്നും. ശരിക്കും സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ്. നമ്മൾ എന്താ നൽകേണ്ടതെന്ന് അറിയില്ല. ശരിക്കും ആ നിമിഷത്തെ എല്ലാം നൽകിപ്പോകും. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റേറ്റ് ചിലപ്പോൾ എല്ലാം നൽകിപ്പോകും. കർണന്റെ ഉദാഹരണം എടുക്കാം. ദുര്യോധനൻ കർണനെ വല്ലാത്തൊരു അപകടഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ
വാല്യൂ തന്നെ പോകുന്ന സമയത്തിൽ സംരക്ഷിച്ചു, അദ്ദേഹത്തിന് അംഗരാജ്യം നൽകി. പക്ഷെ കർണൻ കൃതജ്ഞത വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെ ദുര്യോധനെ അർപ്പിച്ചു. അതോടെ ദുര്യോധനന്റെ സ്ലേവായി. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കൃതജ്ഞത ആരോടാണ് അർപ്പിക്കേണ്ടത്? ബാബുജി മഹാരാജ് പറഞ്ഞു, ബി താങ്ക്ഫുൾ ടു ഗോഡ്. ഈ നിമിഷം പ്രദാനം ചെയ്തതിന് ഈശ്വരനോട് കൃതജ്ഞത കാണിക്കും. നമ്മൾ താങ്ക്സ് പറയുക, നമ്മുടെ സ്നേഹം അതാണ് കണക്ട് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ സുഹൃത്ത് കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ദുര്യോധനൻ തെറ്റുകൾ ചെയ്യുമ്പോൾ കർണൻ കറക്റ്റ് ചെയ്യേണ്ടതാണ്. അത് കൃതജ്ഞത അർപ്പിക്കേണ്ട വഴി അതായിരുന്നു. ദുര്യോധനെ വഴി തെറ്റിക്കാതെ ശ്രദ്ധിക്കുക. നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്ത ആളെ നമ്മൾ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ കൃതജ്ഞത കാണിക്കുന്നത്. അതുപോലെ നമുക്ക് വന്നിട്ടുള്ള ഈ നിമിഷങ്ങൾ, നമ്മൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്തിട്ടുള്ള ഈ കൃതജ്ഞത നിമിഷങ്ങൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുക. നമ്മളിലേക്ക് തന്നിട്ടുള്ളത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. മഹാത്മാഗാന്ധിജിയുടെ സർവോദയം ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ എക്സ്പ്രഷനാണ്. കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം, സത്യാഗ്രഹം അദ്ദേഹത്തെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നു. പക്ഷെ ആ കണക്ഷൻ അത് എക്സ്പ്രസ് ചെയ്തില്ലെങ്കിൽ അത് വീർപ്പുമുട്ടും. അതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യണം. അതാണ് സർവോദയം. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാവും. ഈ ലോകത്ത് എല്ലാവരും എന്ന് പറഞ്ഞാൽ അന്ത്യോദയം എന്നാണ് ആദ്യം പറഞ്ഞത്. ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ആ എക്സ്പ്രഷന് വേണ്ടിയിട്ട് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ചു. അതിന്റെ വേദനയാണ് അനുഭവിച്ചത്. നമുക്ക് എല്ലാ മഹാന്മാരായിട്ടുള്ള വ്യക്തികളിൽ ഇത് കാണാൻ പറ്റും. കൃതജ്ഞത എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ ജീവിതം അങ്ങനെ കൃതജ്ഞത എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ജീവിതമായി മാറും. നമ്മൾ ഈശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. ഈ ജീവിതം തന്നതിന്, എല്ലാം നൽകിയതിന്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളോടും നമ്മൾ കൃതജ്ഞത കാണിക്കണം. എല്ലാം സ്നേഹത്തോടെ സ്മരിക്കണം. ഇവിടെ തിക്താനുഭവങ്ങളും ഇല്ല, നല്ല അനുഭവങ്ങളും, എല്ലാം സ്നേഹത്തിൽ. എന്നെ ഇതുവരെ എവിടെ എത്തിച്ചിട്ടുള്ള ഘടകങ്ങൾ, എക്സ്പീരിയൻസസ് എല്ലാം കൃതജ്ഞതയാണ്. എവല്യൂഷനിൽ സഹായിച്ചിട്ടുള്ളത് സർക്കംസ്റ്റാൻസസ് ആണ്. ജനറ്റിക് എക്സ്പ്രഷന് വേണ്ടിയിട്ട് സാഹചര്യം, സർക്കംസ്റ്റാൻസസ് സഹായിക്കുന്നു. ഇതാണ് ഡാർവിനിയൻ സിദ്ധാന്തത്തിന്റെയും ലാമാർക്കിയൻ സിദ്ധാന്തത്തിന്റെയും വ്യത്യാസം. ലാമാർക്കിയൻ സിദ്ധാന്തം പറയുന്നത് എക്സ്പ്രഷന്റെ പ്രാധാന്യം. സർക്കംസ്റ്റാൻസസ് അവസരങ്ങൾ നൽകുന്നു ഉള്ളിൽ നിന്ന് മോൾഡ് ചെയ്യാനായിട്ട്. എപ്പിജനറ്റിക്സ് എന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ എല്ലാ സാഹചര്യങ്ങളോടും കൃതജ്ഞത പുലർത്തണം. നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റിവിറ്റി ലോകത്തിൽ വിടാൻ പാടില്ല. രാവണപ്രഭു എന്നുള്ള സിനിമയിൽ മോഹൻലാല് മുണ്ടക്കൽ ശേഖരനോട് പറയുന്ന ഒരു ഡയലോഗ്. രാവണപ്രഭുവില് മംഗലശ്ശേരി നീലകണ്ഠൻ, മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണ്ടി വരികയാണ്. മുണ്ടക്കൽ ശേഖരൻ പറയണ്ടേ, നിന്നെ ഇവിടെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്, എനിക്ക് വീടില്ല, ഒന്നുമില്ല. അപ്പോ മോഹൻലാല്, അതായത് മുണ്ടക്കൽ ശേഖരനോട് മംഗലശ്ശേരി നീലകണ്ഠൻ പറയാ, ശേഖര, ഞാൻ നടന്ന വഴിയിൽ എന്റെ കാലില് കുത്തിയ ഒരു മുള്ളാണ് നീ, അത് ഞാൻ എന്നെ പറിച്ചു കളഞ്ഞു, നീ കുത്തിയാൽ എനിക്ക് നോവില്ല. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ്. കാരണം എന്താ, അത് ഇനി നോവരുത്. നമ്മളുടെ എക്സ്പീരിയൻസസ് നമുക്ക് ഏറ്റവും നന്മ നൽകിയതാണ്. സ്നേഹത്തോടെ സ്മരിക്കണം. വേദനിപ്പിച്ചതായാലും സന്തോഷം നൽകിയതായാലും എന്നെ ഇവിടെ എത്തിച്ചത് അതാണ്. അതുകൊണ്ടായിരിക്കും ബാബുജി മഹാരാജ് പറയുന്നത്, ക്രിറ്റിസിസത്തിനെയും ജീവിതത്തിലെ തിക്താനുഭവങ്ങളെല്ലാം ഈശ്വരൻ നൽകിയ അവസരങ്ങൾ, അനുഗ്രഹങ്ങൾ എന്ന രീതിയിൽ കൃതജ്ഞതയോടെ സ്വീകരിക്കണം, ആക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ കൃതജ്ഞതയോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ അവിടെ നിന്ന് വരിക. നമ്മുടെ ചിന്തകളെ അവഗണിക്കണം എന്നാണ് സഹജമാർഗത്തിൽ പറയുന്നത്. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചിന്തകൾ വരുന്നത് അവിടെ സ്നേഹത്തിന്റെ ചിന്തകൾ. അപ്പൊ എറ്റേണലി കൃതജ്ഞത ഉള്ള ഒരാൾക്ക് ഒരിക്കലും സ്വന്തം ചിന്തകൾ വരില്ല. ഒരു ചിന്ത വരികയാണെങ്കിൽ തിരിച്ച് മാസ്റ്റർ തന്നെ ഏൽപ്പിക്കുക. അദ്ദേഹത്തിന്റെ ചിന്തയാണ്, എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചു. എനിക്കറിയില്ല, അങ്ങനെ ഒരു മനസ്സിലൊരു ഐഡിയ വന്നു, ഞാൻ അങ്ങനെ മൂല്യം സമർപ്പിക്കുന്നു, എന്താ വേണ്ടാച്ചാ ചെയ്തോളൂ. നമുക്ക് എല്ലാ കഴിവുകളും ഗുരുനാഥൻ നൽകുമ്പോൾ ഗുരുനാഥന് തിരിച്ചറിയുക, അങ്ങനെ പറയൂ, ഇത് എവിടെയാ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാ ഉപയോഗിക്കേണ്ടത്, എനിക്ക് അതിനുള്ള അവസരങ്ങൾ അങ്ങനെ തയ്യാറാക്കും. അപ്പൊ നമ്മൾ കൃതജ്ഞത കാണിക്കണം. കൃതജ്ഞത ഒരു ഫ്ലോ ആണ്, ശരിക്കും റിവറിന്റെ ഫ്ലോ ആണ്. അത് നമ്മൾ ഒരിക്കലും തടസ്സപ്പെടുത്തരുത്. എവല്യൂഷന്റെ സ്ട്രീം ആണെന്ന് പറയാം കൃതജ്ഞത. അപ്പൊ നമ്മൾ കൃതജ്ഞത ജീവിതത്തിൽ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ നമ്മുടെ എവല്യൂഷനിൽ ഉയർന്നുകൊണ്ടിരിക്കും, ഈശ്വരനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എഡ്യൂക്കേഷനിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റി കൃതജ്ഞതയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തു. ശിഷ്യൻ ഗുരുവിനോടും ഗുരു ശിഷ്യനോടും കൃതജ്ഞത കാണിക്കണം. ഗുരു ഇല്ലെങ്കിൽ ശിഷ്യന് വളരാൻ പറ്റില്ല, ശിഷ്യനില്ലെങ്കിൽ ഗുരുവിന് പഠിപ്പിക്കാൻ ആരുമില്ല. എവിടെയാണ് ഇത് കാണിക്കുക?
അപ്പൊ എഡ്യൂക്കേഷന്റെ ഫൗണ്ടേഷൻ ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വരണം, കൃതജ്ഞത വരണം. കൃതജ്ഞതയെ കുറിച്ചിട്ട് എത്ര സംസാരിച്ചാലും അതിനൊരു അവസാനമില്ല എന്നാണ് തോന്നുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.